ഒതളങ്ങ തരൂടാ ഒതളങ്ങ. നിന്റെ കണ്ണാടി അടിച്ച് പറ്റില്ല, നിന്റെ കണ്ണാടി. ഇതേതിറക്കൻ കൈയെടുക്ക കളിക്കാ കൈയ്യറാ നീ കൈ എടുക്കടാ. നീ ആദ്യം കൈയ്യറാ. അതിന് നീ ഏതാ? നീ നിൽക്കുന്ന ഈ സ്ഥലവും ആ പുള്ളര് അവരെ കയ്യിരിക്കുന്ന സാധനങ്ങളും ഈ ബസ് സ്റ്റാൻഡും എന്തിന് ഇതാ നിക്കറ എന്റെ അണ്ടറല്ല. ആണല്ലേ? അതെല്ലോ. സാറേ ഇതൊന്നും എന്റെ അല്ല, ഇതൊക്കെ എന്താ ഇത്? നീ വന്ന് സാറ് ഇടിക്കല്ലേ സാറേ, എനിക്കറിയില്ല സാർ ഇതൊക്കെ എന്താണെന്ന്. അങ്ങനെ നല്ലല്ലോ, നീ നല്ല പറഞ്ഞത് എല്ലാം നിന്റെ ആണെന്നല്ലേ പറഞ്ഞത്. അതിന് നീ ഏതാ? നീ നിൽക്കുന്ന ഈ സ്ഥലവും ആ പുള്ളര് അവരെ കയ്യിരിക്കുന്ന സാധനങ്ങളും ഈ ബസ് സ്റ്റാൻഡും എന്തിന് ഇതാ നിക്കറ എന്റെ അണ്ടറല്ല. സാറേ ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ അങ്ങനെയൊക്കെ. അല്ല ഇതെന്റെ ഒന്നും അല്ല. ഇതൊക്കെ ആരുടെ? എന്താ ഇത്? ജീരകമുണ്ട്, കല്ലുപ്പ്, സാധാ ഉപ്പ്, സ്റ്റാമ്പ് അറിയാം. ആ കോളേജിൽ പഠിക്കാത്തവന്മാരൊക്കെ ഇങ്ങോട്ട് മാറിക്ക്. തിരക്ക് കൂട്ടല്ലേ, കാലം വെച്ചോട്ടല്ലേ സാറേ. ഓക്കെ എടാ പൊട്ടന്മാരെ പഠിക്കാത്തവന്മാരെന്ന് പറഞ്ഞാൽ അഡ്മിഷൻ കിട്ടാത്തവർ, അല്ലാതെ മുട്ട മേടിച്ചവന്മാരെന്നല്ല. ഇങ്ങോട്ട് മാറിക്കടാ സാറേ. ഞാൻ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് മുഴുവൻ നമ്മള് പത്തിത്തോറ്റ എത്ര നന്നായില്ലടാ ആശ്രയ. പിന്നെ അല്ല, എവിടെ പോയാലും ആളും തരം നോക്കി സംസാരിക്കണം. മേലെ ഇത് ആവർത്തിക്കരുത്. ഓക്കെ നല്ലൊരു ദിവസമായിട്ട് വെറുതെ. ഇതാ നിന്റെ കുഴപ്പം. പറയാനുള്ള കാര്യങ്ങൾ അപ്പപ്പ പറഞ്ഞേക്കണം. എത്ര ആൾക്കാർ കൂടി നിന്നാലും പറഞ്ഞേക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ് മാനം കെടുത്തിയാലേ ഉമ്മാരൊക്കെ നന്നാവുള്ളൂ. വല്യപ്പച്ചന്റെ മോന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. തർക്കുത്തരം പറയുന്നോ? ഇങ്ങോട്ട് മര്യാദ കാണിച്ചെങ്കിൽ മാത്രമേ എനിക്കും തിരിച്ച് കാണിക്കാൻ പറ്റൂ. സോറി പറടാ. നിന്റെ അപ്പം പോലും ചേട്ടായോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. സോറി പറടാ. സോറി പറടാ. സോറി. അവൻ പറഞ്ഞ കേട്ടില്ല ചേട്ടാ. അവൻ പറഞ്ഞില്ല എന്താണ് തെറ്റ്? അവനെ മറ്റേ കാര്യം നോക്കിയാ പോരെ. അങ്ങനെയാണെങ്കിൽ നിന്നെ എന്ത് മാത്രം തല്ലോടാ? വേണ്ട. എടാ എന്റെ മകനെ തല നിനക്കെന്താടാ യോഗ്യത? എടാ നിന്റെ കാര്യം ആലോചിച്ച് ആദ്യം പിടിച്ചിട്ടാണ് അപ്പൊ നേരത്തെ അങ്ങ് പോയത്, അറിയോ? എടാ എന്തുവാണ്? നല്ലൊരു ഫംഗ്ഷൻ നടക്കുന്നിടത്ത് നീ ഇങ്ങനെ ആണോ? പറയേണ്ട കാര്യം എവിടെ വെച്ചാണേലും ആരുടെ മുന്നിലാണേലും പറയണം. അങ്ങനെയാണ് കുറച്ചു മുമ്പ് നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞത്. പറയാനുള്ള കാര്യങ്ങൾ അപ്പപ്പ പറഞ്ഞേക്കണം. എത്ര ആൾക്കാർ കൂടി നിന്നാലും പറഞ്ഞേക്കണം.